ചാലക്കമ്പോളത്തിൽ വെച്ച് നിന്നെ കണ്ടപ്പോൾ. ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ചാലയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നമസ്കാരം, വിനോദാണ്. വിരാടം വിനോദം ദ 60+ യങ്സ്റ്ററിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇത് ചാലയുടെ തുടക്ക ഭാഗമാണ് കേട്ടോ. കിഴക്കേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച് ഏതാണ്ട് കിള്ളിപ്പാലം വരെ നീണ്ടു കിടക്കുന്ന ചാല ബസാറാണ്. ഇത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ വാതിലിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ചാല ബസാർ ഇരിക്കുന്നത്. ചാല ബസാർ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബസാറാണ്. കച്ചവട കേന്ദ്രമാണ്. തിരുവിതാംകൂർ രാജവംശം ഭരിക്കുന്ന കാലം മുതൽ ഈ ചാല ബസാറുണ്ട്. അന്ന് കർഷകരുടെ ലോക്കൽ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരികയും സംഭരിക്കുകയും വിപണനം ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ചാല ബസാർ. ഇന്ന് ഇത് ഏക്കർ കണക്കിന് ഏരിയയിൽ വിസ്താരമേറി കിടക്കുന്ന ഒരു ബസാറാണ്. ഇതിൻ്റെ വീതിയേക്കാൾ കൂടുതൽ ഇതിൻ്റെ നീളത്തിനാണ് പ്രാധാന്യം. അതായത് കിഴക്കേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച് കിള്ളിപ്പാലം വരെ ഏതാണ്ട് 1-1.5 കിലോമീറ്റർ നെടുനീളത്തിലാണ് ഈ പ്രധാന റോഡ് കാണുന്നത്. പഴയ ചാല ബസാറിൻ്റെ 1-2 ഫോട്ടോസാണ് നിങ്ങളെ ഏറ്റവും ആദ്യം കണ്ടത്. അന്ന് വളരെ ഇടുങ്ങിയതും ഇതൊരു പ്ലാൻഡ് ബസാർ അല്ലാത്തത് കൊണ്ട് തന്നെ ഇടുങ്ങിയ വഴികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് 2018 ഇതൊരു ഹെറിറ്റേജ് ഏരിയ ആയിട്ട് സ്മാർട്ട് സിറ്റി പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെടുത്തി പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെ 2019-ലും 2025-ലും ഇതിൻ്റെ പ്രധാന വഴികൾ വികസിപ്പിക്കുകയും ലൈറ്റിങ് അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഫിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങളിവിടുത്തെ 2 കടല പൊതിയൊക്കെ വാങ്ങി ഞാനുമുണ്ട്, നമ്മുടെ രാജൻ മാഷുമുണ്ട്. ഞങ്ങൾ 2 പേരും കൂടെ ചാല ബസാർ രാത്രിയിൽ കാണാനും നടക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. പണ്ടൊക്കെ ഒരു ചൊല്ലുണ്ടായിരുന്നു, അച്ഛനും അമ്മയും ഒഴികെ ബാക്കി എന്തും ചാല ബസാറിൽ വാങ്ങിക്കാൻ കിട്ടുമെന്നുള്ള ഒരു കഥ ചാലയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അങ്ങനെ ജ്വല്ലറി മുതൽ എന്താ പറയുക, നമ്മുടെ അടുക്കള സാധനങ്ങൾ വരെ വാങ്ങിക്കാൻ കിട്ടുന്നൊരു സ്ഥലമാണ് ചാല ബസാർ. ഇതായി കാണുന്നതൊക്കെ അതുപോലെ ഇതിൻ്റെ ഇട റോഡുകളുമുണ്ട്. സ്ട്രെയിറ്റ് റോഡുകൾ കൂടാതെ ഇട റോഡുകളുണ്ട്. ഈ റോഡുകളിലെല്ലാം ഹോൾസെയിലും റീറ്റെയിലുമായിട്ടുള്ള ഒരുപാട് കടകളുണ്ട്. ഇത് അടുക്കള സാധനങ്ങളൊക്കെ വിൽക്കുന്ന, ചിരവിയും ഗ്യാസ് കുറ്റിയും ഒക്കെ വിൽക്കുന്ന സ്ഥലമാണ്. തൊട്ട് ഓപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പത്മനാഭ ജ്വല്ലറി, ഇതുപോലെയുള്ള ജ്വല്ലറി ഷോപ്പുകളൊക്കെ കാണാം. ദൂരെ ഒരു ഫ്ലെക്സ് കെട്ടിയിരിക്കുന്നത് കാണാം, അതായത് പടക്കക്കട. ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ ചാല ബസാർ. എറണാകുളത്ത് ബ്രോഡ്വേയിൽ കാണുന്നത് പോലെ ഉള്ള ഒരു ഏരിയയാണ് ഇവിടം. പൂർണ്ണചന്ദ്രൻ ആകാശത്തിലിങ്ങനെ നമ്മളെ നോക്കി നിൽക്കുകയാണ്. ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുന്നത്. ഇത് പൂക്കൾ മാത്രം വിൽക്കുന്ന കടകളാണ്. പൂജാ സാധനങ്ങൾ, അതായത് ഈ തൊട്ടടുത്ത ക്ഷേത്രങ്ങളിലെ ആവശ്യമുള്ള പൂക്കളുകളെല്ലാം വിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ചാല ബസാർ. ഒരുപാട് പൂക്കളുടെ ഷോപ്പുകളുണ്ട്. നോക്കൂ, എന്ത് ഭംഗിയായിട്ടാണ്. അതുപോലെ കോലങ്ങൾ ഒക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. ഈ ഒരു ഏരിയ, ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന ഏരിയ ധാരാളം പൂക്കടകളാണ് കൂടുതലുള്ളതെന്ന് തോന്നുന്നു. അതേസമയം ബസാർ തുടങ്ങുന്നിടത്ത് ജ്വല്ലറി ഷോപ്പുകളൊക്കെയാണ് ധാരാളം ഉള്ളത്. ജ്വല്ലറി ഷോപ്പുകൾ മാത്രമല്ല, ലോട്ടറി കടകളും അതുപോലെ ഹാർഡ്വെയർ ഷോപ്പുകളും ഒക്കെ ധാരാളമുണ്ട്. ഈ വീതി കൂട്ടിയിട്ട് ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ. അതായത് 2019-2025 വരെയാണ് ഈ റോഡ് വീതി കൂട്ടുന്ന പ്രവൃത്തി നടത്തിയിരിക്കുന്നത്. അതുപോലെ ഈ സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം ഇത് ചെയ്തതും ഈ സമയത്താണ്. ചീര പച്ചക്കറി കടകളുണ്ട്. അതുപോലെ ഓട്ട് സാധനങ്ങൾ വിൽക്കുന്ന, നിലവിളക്ക് ആദ്യമായവയൊക്കെ വിൽക്കുന്ന കടകളുണ്ട്. അങ്ങനെ കുറേ കടകൾ ഇവിടെയുണ്ട്. എല്ലാം ചെറിയ ചെറിയ ഷോപ്പുകളാണ്. അതിൻ്റെ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള കച്ചവടക്കാരാണ്. അതായത് കുടുംബപരമായിട്ട് ഓരോ തലമുറ കൈമാറി വന്നിട്ടുള്ള കച്ചവടക്കാരാണ് ഇവിടെ ഭൂരിപക്ഷമെന്നാണ് പറയപ്പെടുന്നത്.
പണ്ടൊരിക്കൽ ഇന്ന് 80കളുടെ അവസാനമാണെന്ന് തോന്നുന്നു, ഞാനും എൻ്റെ ഒരു കസിനും കൂടി ഒരിക്കൽ ഇതിൽ സ്കൂട്ടർ ഓടിച്ച് വരികയും അന്നിവിടെ പല പല വൺ വേകൾ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ തലേദിവസം വന്ന സ്ഥലം പിറ്റേ ദിവസം വരുമ്പോൾ ചിലപ്പോൾ വൺ വേ ആയിരിക്കും. അങ്ങനെ വന്ന് ഇവിടെ വന്ന് പോലീസ് പിടിക്കുകയും പെനാൽറ്റി അടിക്കുകയും ഒക്കെ ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഈ ചാല ബസാറിന് ഇത്രയും വീതിയില്ല, ചെറിയ ചെറിയ റോഡുകളായിരുന്നു. അപ്പോൾ എങ്ങോട്ട് തിരിയണമെന്ന് നമ്മൾക്ക് അത്ര തിട്ടമില്ലാതെ പോയ സമയത്താണ് അങ്ങനെ പോലീസ് പിടിക്കുകയും വൺ വേക്കുള്ള ഫൈൻ അടിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. വീണ്ടും ഇതാ പൂക്കളുടെ കടകൾ വീണ്ടും ഇങ്ങനെ കാണാം. അതാ പ്ലാസ്റ്റിക് സാധനങ്ങൾ മാത്രം വിൽക്കുന്ന കടകൾ. അതുപോലെ എന്തും ഏതിനും ചാല ബസാറിനെ ആശ്രയിക്കാം. കാരണം സാധാരണക്കാരുടെ ഷോപ്പിംഗ് ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്ന ഒരു സ്ഥലമാണ് ചാല ബസാർ. ഇതാ അമ്പലത്തിലേക്ക് വേണ്ടിയിട്ടുള്ള തിരികൾ, അതുപോലെ നിലവിളക്കുകൾ, ഇവയൊക്കെ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാം. ഒരു രസമാണ് ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് നടക്കുക എന്ന് പറയുന്നത്, വളരെ രസകരമായ കാര്യമാണ്. പിന്നെ ആവശ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് വാങ്ങുകയും ചെയ്യാം. പച്ചക്കറി, പലചരക്ക്, ഈ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇപ്പം ചെറിയ റോഡുകളിൽ ഇത് കണ്ട് ജുവലറി ചെറിയ റോഡുകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഹോൾസെയിലും റീറ്റെയിലുമായിട്ടുള്ള മറ്റ് പല പല സാധനങ്ങൾ വിൽക്കുന്ന കടകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോഴാണ് രാജമാഷിന് കുറച്ച് ഫാൻസി ഐറ്റംസ് വീട്ടിൽ കൊച്ചുകുട്ടികളൊക്കെ ഉള്ളതാണ്, പെൺകുട്ടികളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഫാൻസി ഐറ്റം വാങ്ങാനായിട്ടൊരു കടയിൽ ഇങ്ങനെ നോക്കി അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങി. ചാല ബസാറിൻ്റെ കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല. പക്ഷേ നമ്മളുടെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ, ചാല ബസാറിൻ്റെ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ വിരാടം വിനോദം ദ 60+ യങ്സ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ കാഴ്ചകളായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി.